ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി നോക്കണം. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ ഞങ്ങളങ്ങനെ കോയമ്പത്തൂരിൽ നിന്ന് തിരുപ്പൂരിലേക്ക് യാത്രക്കുട്ടിനെ കാണാൻ വേണ്ടിയുള്ള യാത്ര ചെയ്തു. ഞങ്ങളൊരു 6:30-ക്ക് റൂമിൽ നിന്ന് ഇറങ്ങി. നടക്കാനുള്ള ദൂരമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് സ്റ്റെയർ കയറി അപ്പുറം എത്തുമ്പോഴേക്കും കറക്റ്റായിട്ട് വണ്ടി വന്നു കേട്ടോ. തീരെ ഒരു ടൈം ഉണ്ടായിരുന്നില്ല. നമുക്ക് കറക്റ്റ് ടൈമിൽ ഒരു 5 മിനിറ്റ് നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രെയിൻ കിട്ടിയിട്ടുണ്ടാവില്ല. ഞങ്ങളിങ്ങോട്ട് നടന്ന സ്റ്റെപ്പ് ഇറങ്ങിയതും ട്രെയിൻ വന്നു. പിന്നെ ഇത് റിസർവേഷൻ ചെയ്യുന്ന ട്രെയിനാട്ടോ. പക്ഷേ ഞങ്ങൾ പെട്ടെന്നുള്ള ഇതായതുകൊണ്ട് ഞങ്ങൾക്ക് റിസർവേഷൻ ചെയ്യാൻ പറ്റിയില്ല, സീറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ടിറ്റിനോട് പറഞ്ഞിട്ട് കയറാം എന്നുള്ള ഇതിലായിരുന്നു നിന്നിരുന്നത്. പിന്നെ ഒരു മേമ ഓൾറെഡി പട്ടാമ്പിൽ നിന്ന് ഇതിൽ കയറിയിട്ടുണ്ടല്ലോ. അവർ വിളിച്ചു പറഞ്ഞു ലേഡീസിൽ ഫുൾ സീറ്റ് ഉണ്ട്, നിങ്ങളിങ്ങോട്ട് പോന്നോളിയും പറഞ്ഞു. അപ്പോൾ പിന്നെ കുശാലായി. കാരണം ഞങ്ങൾക്ക് ഈ റിസർവേഷനിൽ കയറി സംസാരിക്കാതെ മൗനം പാലിച്ച് പോകുന്നതിനെക്കാട്ടി ഇഷ്ടം ഈ ജനറലിൽ കയറി സംസാരിച്ച് ഹാപ്പിയായി ഒരു നമുക്കൊരു പ്രൈവസി തോന്നും. അപ്പോൾ അങ്ങനെ സീറ്റ് കിട്ടിയപ്പോൾ ഒരു ഇത് മൊത്തം നമുക്ക് കിട്ടി. ആരും ഉണ്ടായിരുന്നില്ല, സുഖമായിട്ടിരുന്നു. അങ്ങനെ 2 സ്റ്റോപ്പേ ഉണ്ടായിരുന്നുള്ളൂ തിരുപ്പൂരിലേക്ക്. ലോങ് ആയിട്ടുള്ള ഒരു മണിക്കൂർ ഉണ്ടായിരുന്നു, അതിൽ 2 സ്റ്റോപ്പ്. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടുന്ന് 2 ടാക്സിയൊക്കെ വിളിച്ച് ഞങ്ങൾ നെഹ്ല ബേബീനെ കണ്ണും തുറിച്ച് ഞങ്ങളെ നോക്കി. ഞാൻ കുട്ടിയുടെ ഫേസ് ഞാൻ കൊടുത്തിട്ടില്ല, കാരണം അത് അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ഫേസ് കൊടുത്തിട്ടില്ല. അപ്പോൾ പേരിട്ടുണ്ട് കേട്ടോ, നെഹ്ല ബേബി എന്നാണ്. പിന്നെ ഞങ്ങൾക്ക് അധികം നേരം നിൽക്കാൻ സമയം ഉണ്ടായിരുന്നില്ല, റിട്ടേൺ ട്രെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ 2 ടാക്സിയൊക്കെ ബുക്ക് ചെയ്തു. ഒന്നിൽ കൊള്ളൂല, ആൾക്കാർ എണ്ണം കൂടുതലായതുകൊണ്ട് 2 ടാക്സി ബുക്ക് ചെയ്ത് വീണ്ടും ആ പൊട്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി ഞങ്ങൾ. പിന്നെ കറക്റ്റ് ടൈമിൽ തന്നെയാണ് എത്തിയത്. പിന്നെ കുറച്ച് ഇവർ മാംഗോ ഫ്രൂട്ടിയും വെള്ളവും എന്തൊക്കെയൊക്കെ സംഭവങ്ങളൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പോയി നോക്കി, എനിക്കൊന്നും എൻ്റെ ഇതിനൊന്നും കിട്ടിയില്ല. അവർ മേടിച്ചതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും മേടിച്ചൊന്നുമില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തുള്ളൂ. അപ്പോഴേക്കും ട്രെയിൻ വന്നു, അതിൽ കയറി. താഴെ സീറ്റ് ഉണ്ടായിട്ട് ഞങ്ങൾ മുകളിലിരുന്നത് കേട്ടോ. കാരണം ഒരു ആഗ്രഹം, കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ ട്രെയിനിൽ ഇങ്ങനെ ഫാമിലി ആയിട്ട് പോണത്. അങ്ങനെ ഞങ്ങൾ മേലെ കയറിയതാണ്. പിന്നെ കുറേ നേരം ഞസമോളോട് കളിച്ചു. അവളെൻ്റെ മൂക്ക് മുറിക്കും ചെവി മുറിക്കും പറഞ്ഞു. അവൾക്ക് എന്നെ കണ്ട അപ്പം കലിപ്പാണ്, എന്താണെന്ന് മാത്രമേ എനിക്കറിയില്ല. അവളെന്നെ കണ്ട അപ്പം പറയും നിൻ്റെ മൂക്ക് ഞാൻ മുറിക്കുന്നു. അപ്പം ഞാൻ തിരിച്ചും പറയാം എന്നെ കുത്തും. അങ്ങനെ കുറച്ച് നേരം അവളോട് കളിച്ചു. പിന്നെ ഞങ്ങൾക്ക് ഇറങ്ങാനായി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.